എടാ കോയപ്പോ ഒരു വണ്ടി അവിടെ വന്നിക്കണ് ദുബായ്ക്കാരനേറ്റവും തോന്നുന്നു ബാ പെട്ടിയേറ്റ നമുക്ക്. സുലൈമാനാ? അസ്സലാമലൈക്കും. കോയപ്പോ മുസകുട്ടിയാ, എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങള്? സുഖല്ലേ? സുഖമായിട്ട് പോണ് സുലൈമാനെ. ഇനി ഒന്നും കൂടി സുഖായല്ലോ. അതെന്താ മുസകുട്ടിയ അങ്ങനെ പറയണേ? ഇജ്ജ് വന്നല്ലോ. അതിനെന്താ പ്രശ്നം? നമ്മക്കൊന്ന് കൂടാലോ. ഈ പെട്ടിയാണ്ട് വെച്ചിക്കോളി. മൂന്ന് പെട്ടിയൊക്കെയാണല്ലോ സുലൈമാനായിട്ട് കൊടുത്തിട്ടുണ്ടത്. കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ ഇതിലില്ല. ആ പെട്ടി ഇറക്കുമ്പോൾ ശ്രദ്ധിക്കോണ്ടേ, അത് കന ഉണ്ടാവും. പൊട്ടുന്ന സാധനങ്ങളുള്ളതാണ്. എന്താ സുലൈമാനത്? ഈ പെട്ടിക്ക് എന്തോ ഒരു കാനാണ്. എനിക്ക് ദുബായ് ഒക്കെ ഏറ്റിക്കൊടുന്ന. അത് കോയാപ്പോ നോൽമ്പൊക്കെയല്ലേ വരണത്. അത് നമ്മളെ സ്നേഹിതന്മാര് എന്തൊക്കെ സാധനങ്ങള് കുത്തി നിറച്ചതാണ്. പൊട്ടുന്ന സാധനങ്ങളുണ്ട്. എന്തൊക്കെയാന്നുള്ളത് എനിക്കാൻ അറിയില്ല. സുലൈമാനെ, കനുള്ള പെട്ടി കോയാപ്പിന്റെ തലയിക്കാണ്ട് പിടിച്ചു കൊടുക്ക. പഴയ ജിമ്മാവാന് മനസ്സിലായോ? കോയാപ്പോ റെഡിയല്ലേ? ഓക്കെ, വിട്ടാളി വിട്ടാളി. റെഡിയല്ലേ?
ആ ശരി. വാ എല്ലാം പോണാവും സ്റ്റെപ്പൊക്കെ കയറുമ്പോ. പോയാപ്പോ ശ്രദ്ധിച്ച് പോട്ടാ. ഓൻ അതൊന്നും ഒരു പുത്തിരിയല്ല, അതിനേക്കായും വലിയ കനുള്ള പോയി ഏറ്റണ. അനക്ക് ഞാൻ കാണിച്ചു തരാം. അൻ്റത് ഞാൻ കുറെ കണ്ടതാ, അങ്ങോട്ട് നടന്നുകൂട്. മൂസക്കുട്ടിയാ പോയാ പിന്നെ ഒന്ന് ഇറക്കി വെച്ചോട്ടാ. കൗത്ത് ഒഴുക്കിക്കണടാ മൂസ് കുട്ടിയെ. അത് പോയപ്പോ നമുക്ക് പോകുമ്പോ തൈലക്കുപ്പി വാങ്ങാം. മൂസക്കുട്ടി ഏറ്റ് പെട്ടിയിൽ എന്താ സുലൈമാനെ, തീരെ കനല്ലില്ല അത്. അത് കുട്ടികളെ കളിപ്പിച്ചാൻ വേണ്ടി കുറച്ച് ലൈസും പാക്കറ്റ് വാങ്ങിയതാണ്. ഞങ്ങൾ പോയിക്കോളെ, എൻ്റെ ഗെഞ്ചന്മാരില്ല, ദിറംസേ ഉള്ളൂ. നമുക്ക് നാളെ രാവിലെ കാണാം. എന്നാ നമ്മള് പോവാ, രാവിലെ വരാം. നിന്റെ പെരടി ഉളുക്കിക്കണേ ചങ്ങായേ. സക്കാത്തിന് കൊടുന്നു കൊടുത്തോന്നല്ലത്, ഇതാ പൈസ വാങ്ങിക്കാണ്ട് പോവാ നമുക്ക്. ഓൻ ബാധലടച്ചില്ലേ. നിങ്ങൾ രണ്ടാളും ഇതുവരെ പോയില്ലേ? സുലൈമാനെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഇജ്ജ് വല്ലതും ഉണ്ടാണ്ട് കാട്ടിക്കാം. ഇത് സക്കാത്തിന് കൊടുന്നൊന്നല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ തിഞ്ചമ്മണില്ല, ദിറംസേ ഉള്ളൂന്ന്. ഞങ്ങൾക്കത് മതി. ഇങ്ങക്കത് മുതലാവും, പക്ഷെ എനിക്കത് മുതലാവൂല. നിങ്ങൾക്ക് ഈ പെട്ടി കുറഞ്ഞിന് 200 ഉറുപ്പ്യല്ലേ തരാനുള്ളൂ. 10 സെന്റ് സ്ഥലത്തിന്റെ കാര്യമൊന്നും തരാനില്ലല്ലോ. 200? എന്നാ നിങ്ങൾ രാവിലെ പോര്. എടാ നമുക്ക് ഇതൊക്കെ അന്നെ പറഞ്ഞാ മതി. ഞാൻ എന്ത് ചെയ്യാനാ പോയാ പോവാ. ആ 200 ഓനാണ് നക്കിക്കോട്ടെ, എനിക്ക് വേണ്ട. അനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം. അങ്ങനെ ഇജ്ജ് നക്കണ്ട. 50 ഉറുപ്പ്യ എനിക്ക് വരും, 150 ഞാൻ എടുക്കും. അത് നടക്കൂല, ഉള്ളത് പകുതിയും പകുതിയും. കനല്ലാത്തൊരു പെട്ടേജ് കയറ്റിക്കേണ്ടത്, അതിന് എനിക്ക് 100 തരൂല, 50 തരുള്ളൂ. ഈ 200 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ടേ
നമ്മളെ ലോകം തെറ്റണ്ട. ഇജ്ജാണ്ട് എടുത്തോ. കുട്ടിയെ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞാണ്. എന്നാലും ഓൻ ചെയ്ത പണി കണ്ടില്ലേ, അതിനൊക്കെ വർത്താനം പറഞ്ഞാലേ പോയപ്പോ ഞമ്മക്ക് ആ പൈസ വേണ്ട. അത് സുലൈമാൻ തന്നെ നക്കിക്കോട്ടെ. അതല്ല മൂസക്കുട്ടി, സുലൈമാൻ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഒന്നിച്ച് പണിയെടുത്തിരുന്ന ആ സ്ഥിതി അതൊക്കെ പോകാൻ മറന്നുപോയി. ചില ആളുകൾക്ക് പൈസ ഒക്കെ കയ്യിലാവുമ്പോ അങ്ങനൊക്കെ ഉണ്ടാവൂടോ. 200 ഉലുവല്ലേ ഓ നമുക്ക് തരാമെന്ന് പറഞ്ഞത്. എന്താപ്പോ കോയപ്പും മൂസക്കുട്ടിയും കൂടെ അലുവൻ്റെയും ഉലുവൻ്റെയും ഒക്കെ വർത്താനം പറഞ്ഞിരിക്കണ്? ഒന്നുമില്ല, അത് ഞങ്ങൾ ഇന്നലെ സ്വപ്നം കണ്ട കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അലുവയും ഒലുവയൊന്നും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല കോയപ്പോ. കാണുമ്പോ വലിയ സ്വർണ്ണോ വെള്ളിയോ ഇതൊക്കെ കാണണം, എന്നാലേ കാര്യമുള്ളൂ. ഇജ്ജിപ്പോ കൊടുക്കാൻ പോണ്? ഞാൻ ഇന്നലെ എൻ്റെ അളിയാൻ ദുബായിൽ നിന്നിട്ടുണ്ട്, ഓനെ കാണാൻ വേണ്ടി പോവാ. ഇജ്ജ് പോയിക്കോ, അതാ നന്നാകുക. ഞങ്ങളെ തല കത്തി നിൽക്കുക. എന്താണ് നിങ്ങളെ പ്രശ്നം? ഞാൻ പരിഹാരം കണ്ടോളാം, എന്നോട് പറയും കാര്യം. ഈ പരിഹാരം കാണോ? എൻ്റെ അളിയനെ എന്നിട്ട് അതാ വരുന്ന ആള്. അസ്സലാമലൈക്കും. അളിയനെടുക്കാ പോണേ? ഞാൻ എന്നെ കാണാൻ വേണ്ടി പെരീക്കാണ്ട് വരികയാണ്. മൂസക്കുട്ടിയാ പോയാപ്പോ ഇന്നെൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല, ഞാൻ ഇപ്പൊ ബാങ്കിൽ പോയി വരികയാണ്. എന്താ പോയാപ്പോ ഇതൊരു 10,000 ഉറുപ്പ്യ ഉണ്ട്. കുട്ടിയേറ്റിനല്ല, എൻ്റെ വകയാണ്. സുലൈമാനെ, ഇത് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ സത്യം മനസ്സിലാക്കാതെ ഞങ്ങൾ തെറ്റിദ്ധരിച്ച്. അതൊന്നും സാരില്ലടോ, ഞമ്മക്കൊന്ന് അടിച്ച് പൊളിച്ചണം. കാര്യം അറിയാതെ നമ്മൾ ഒരാളും തെറ്റിദ്ധരിക്കരുത്. 200 ഉറുപ്പ്യ തരാമെന്ന് പറഞ്ഞ സുലൈമാൻ ഇപ്പൊ നമുക്ക് 10,000 ഉറുപ്പ്യാണ് തന്നത്. പോയപ്പോ ഓ പഴയ കാലൊന്നും ഓൻ മറന്നിട്ടില്ല. അതൊക്കെ നമ്മളെടുത്ത് വന്ന തെറ്റിദ്ധാരണയാണ്. ഇനി ഇങ്ങനെയുള്ള ഒരവസ്ഥ ഒരാൾക്കും സംഭവിച്ചു പോകരുത്.